എല്ലാവർക്കും നമസ്കാരം. മീഡിയ 3 മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുക എന്നതാണ്. ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അവിടെ നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ തീർച്ചയായും സന്തോഷത്തോടെയുള്ള ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഓരോ മനുഷ്യനെ സംബന്ധിച്ച് സന്തോഷം കണ്ടെത്തേണ്ടത് അവൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. മറ്റൊരാൾ കണ്ടെത്തി തരേണ്ടതല്ല സന്തോഷം. യു മസ്റ്റ് ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ് എന്നാണ്. നിനക്ക് വേണ്ടുന്ന സന്തോഷം നീ തന്നെ കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ തിരഞ്ഞെടുക്കാൻ പരാജയപ്പെടുമ്പോഴാണ് ജീവിതം തന്നെ പരാജയത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളതും സത്യമാണ്. അക്കാര്യങ്ങളിൽ നമ്മളൊരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ ഈ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ അതെങ്ങനെ നേടിയെടുക്കാമെന്നാണ് നോക്കുന്നത്. സന്തോഷം അഥവാ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു മാനസിക അവസ്ഥയാണ്. സന്തോഷം ഒരു മാനസികാവസ്ഥയാണെങ്കിൽ ആ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ സന്തോഷത്തെ കണ്ടെത്താൻ, അതായത് രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തിന് സാധിക്കും. അപ്പോൾ ശരീരത്തിലെ ഏതൊക്കെയോ ചില പ്രവർത്തനങ്ങൾ സന്തോഷവുമായി അല്ലെങ്കിൽ സമാധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതെന്താണെന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും അതിനായി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും നോക്കാം. മനസ്സെന്നത് നമ്മുടെ ചിന്തയുടെ ഒരു ഉൽപ്പന്നമാണ്. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സ് രൂപപ്പെടുന്നത്. അതാണ് ചിലർക്ക് സഹായങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് അയാൾ നല്ല മനസ്സിനുടമയാണ് എന്ന്. അങ്ങനെയെങ്കിൽ ചിന്തകൾ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളിലൂടെയാണ്. ആ ചിന്തയുടെ ഭാഗമായി മനസ്സിൽ സന്തോഷം മാത്രമല്ല ഉണ്ടാകുന്നത്, സ്നേഹം, ദുഃഖം, ഭയം, വിശ്വാസം, ഉന്മാദം, സംതൃപ്തി, വാത്സല്യം, ദയ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചില രാസപ്രവർത്തനങ്ങളാണ്. അവയെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് വേണ്ടുന്ന സന്തോഷം നമുക്ക് തന്നെ കണ്ടെത്താനും സാധിക്കും. തലച്ചോറിനുള്ളിൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 2 തരത്തിലുള്ള രാസവസ്തുക്കളുണ്ട്. ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, 2 ഹോർമോൺസ്. തലച്ചോറിലെ ന്യൂറോൺസ് എന്ന് വിളിക്കുന്ന കോശങ്ങൾ തമ്മിൽ പരസ്പരം സംവദിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സിഗ്നലുകളെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന രാസവസ്തുക്കളെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ രാസവസ്തുക്കളായ ഹോർമോൺസിനെയാണ്. നമ്മുടെ തലച്ചോറിനുള്ളിൽ സന്തോഷവുമായി ബന്ധപ്പെട്ട് 4 തരത്തിലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നു. ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ തുടങ്ങിയവ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവയുമാണ്. ഇതിൽ ഓരോന്നും ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് കാരണമായി മാറുന്നത്. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കാനായി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തത് ഡോപ്പമിനാണ്. ഈ ഹോർമോണുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു ഫീൽ ഗുഡ് ഹോർമോണാണ്. ഇത് മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും കാണാൻ സാധിക്കും. നമുക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ വീണ്ടും ചെയ്യാനായി നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നതും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതും ഏതെങ്കിലും പ്രവൃത്തികളിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും, നേട്ടങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നന്നായി പാടാൻ കഴിയുക, നന്നായി നൃത്തം ചെയ്യാൻ കഴിയുക, സിനിമയിലെ അഭിനയം തുടങ്ങി കലാപരമായ നേട്ടങ്ങളാവാം, അല്ലെങ്കിൽ കായികപരമായ നേട്ടങ്ങളാവാം, സാമ്പത്തിക നേട്ടങ്ങളാവാം, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാവാം, മോട്ടിവേഷൻ ലഭിക്കുന്നതാവാം. അങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മാത്രമല്ല നമ്മുടെ നേട്ടങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോഴും ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
ഇത്തരം പ്രവൃത്തികൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അത് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാവുകയും അതിലൂടെ സന്തോഷം നിലനിർത്താനും സാധിക്കും. നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കുമ്പോൾ അവരുടെ ബ്രെയിനിലും ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നമ്മൾ ഒരാളെ അഭിനന്ദിക്കുമ്പോൾ, അതായത് നിന്റെ പാട്ട് നന്നായിരുന്നു, ഇനിയും പാടണം, ഉയരങ്ങളിലെത്തണം എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുമ്പോൾ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ ഒരു ബന്ധവും നിലനിർത്തുന്നു. ആ ബന്ധം രണ്ടുപേരുടെയും മനസ്സിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അവസ്ഥകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അഭിനന്ദനത്തിന് വാക്കുകൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഒരു ഇമോജി തന്നെ ധാരാളം. സോഷ്യൽ മീഡിയയിൽ ചിലരുടെ വീഡിയോകൾക്ക് നമ്മൾ കൊടുക്കുന്ന ലൈക്കും കമൻറ്റും അഭിനന്ദനത്തിൻ്റെ മറ്റൊരു രീതിയാണ്. ഡോപ്പമിൻ ഉൽപ്പാദനത്തിന് അത് വലിയ രീതിയിൽ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ രണ്ടുപേർ തമ്മിലുള്ള പ്രണയത്തിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. ആദ്യം ഒരു ദിവസം കണ്ടു, സംസാരിച്ചു, രണ്ടാമത്തെ ദിവസവും സംസാരിക്കാനുള്ള പ്രേരണയുണ്ടാകുന്നത് ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ഡോപ്പമിൻ തരുന്ന ഹാപ്പി ഫീലിംഗ് ആണ്. അത് നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ കൂടുതലായി കാണാനും സംസാരിക്കാനുമുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ ഡോപ്പമിൻ എന്ന രാസവസ്തു ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ലഭിക്കുന്ന അളവിൽ അത് അധിക സമയം നിലനിൽക്കുന്നില്ല എന്ന ഒരു പോരായ്മ കൂടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ ലഭിച്ച സ്നേഹത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടിയാൽ മാത്രമേ നമുക്ക് സംതൃപ്തി എന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയൂ. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കാനും കൂടുതൽ സമയം കണ്ടെത്തി സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇതൊരു തരം അഡിക്ഷനാണ്. ഇത് സന്തോഷത്തിനായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ചിലർ സോഷ്യൽ മീഡിയകളിൽ അഡിക്റ്റ് ആകുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോധപൂർവം ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഡോപ്പമിൻ അധികമായാലും അത് പ്രശ്നം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഹോർമോണായ സെറോട്ടോണിൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ മാനസികാവസ്ഥയുടെ ഗതി നിയന്ത്രിക്കുന്നതിൽ സെറോട്ടോണിൻ എന്ന ഹോർമോണിന് ഗണ്യമായ പങ്കുണ്ട്. ഈ ഹോർമോൺ ഡോപ്പമിൻ പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി രൂപപ്പെടുന്ന രാസവസ്തുവല്ല, മറിച്ച് അത് തനിയെ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല സെറോട്ടോണിൻ എന്ന രാസവസ്തു ഡോപ്പമിനെ പോലെ പെട്ടെന്ന് നിന്നു പോകുന്നില്ല. അധിക നേരം തലച്ചോറിൽ അത് കാണുന്നു. ഇത് മനസ്സിൽ സമാധാനവും സംതൃപ്തി എന്ന അവസ്ഥയും ഉണ്ടാക്കുന്നു. എന്നാൽ സെറോട്ടോണിൻ്റെ അളവ് കുറയുമ്പോൾ, അതായത് സമാധാനം കുറഞ്ഞുവെന്ന് കരുതുക, അപ്പോൾ കൂടുതൽ ഉത്കണ്ഠ, സ്ട്രെസ്, ടെൻഷൻ, ദേഷ്യം കൂടുക, ഉറക്കം കുറയുക തുടങ്ങിയ മാനസികാവസ്ഥയിലേക്ക് പോകുന്നതായി കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാനസികാവസ്ഥ നന്നാക്കുന്നതിനുള്ള പ്രവൃത്തികളാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്യുക, വ്യായാമം ചെയ്യുക, ഇരുട്ടുള്ള റൂമുകളിൽ അധിക സമയം ഇരിക്കുന്നത് ഒഴിവാക്കി പ്രകാശമുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ ശ്രമിക്കുക, കുറച്ച് സമയം സൂര്യപ്രകാശം കൊള്ളുക, ഉറക്കത്തിൻ്റെ സമയത്തിൽ കൃത്യത വരുത്തുക, 7 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, കഷ്ടത അനുഭവിക്കുന്നവരെ കഴിയുന്ന രീതിയിൽ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, യാത്രകൾ ചെയ്യുക തുടങ്ങി നമ്മുടെ മാനസികാവസ്ഥ നന്നാക്കാൻ ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ സെറോട്ടോണിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതിലൂടെ ജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ മെഡിറ്റേഷന് നല്ലൊരു പങ്കുണ്ട്. മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നൊരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്ന ഒരു ഐഡിയ കിട്ടുന്നതാണ്. അടുത്ത ഹോർമോണായി പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഒരു ലവ് ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോൺ. മനുഷ്യർ തമ്മിൽ നല്ല രീതിയിലുള്ള മാനസിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിലൂടെ ഓക്സിറ്റോസിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മനുഷ്യത്വപരമായ രീതിയിലുള്ള ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ, കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾ തമ്മിലും പ്രണയിതാക്കൾ തമ്മിലും നല്ല രീതിയിൽ മാനസിക ഐക്യം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടത്.
ഏറ്റവും കൂടുതലായി ശരീരത്തിൽ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആലിംഗനം ചെയ്യുമ്പോഴും പങ്കാളിയുമൊത്തുള്ള ലൈംഗിക ബന്ധത്തിൽ രതിമൂർച്ച അനുഭവിക്കുമ്പോഴുമാണ്. സ്നേഹബന്ധങ്ങളുടെ ആഴം കൂടുന്തോറും ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനത്തിനുള്ള സാധ്യതയും കൂടുന്നു. സ്ത്രീയുടെ പ്രസവത്തെയും മുലയൂട്ടലിനെയും നിയന്ത്രിക്കുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഉൽപ്പാദനത്തിലും ഓക്സിറ്റോസിന് പ്രധാന പങ്കുണ്ട്. ഓക്സിറ്റോസിൻ വിശ്വാസം, ലൈംഗിക ഉത്തേജനം, ബന്ധം കെട്ടിപ്പടുക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പ്രണയ ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്നതിൽ ഏറ്റവും ഒടുവിലത്തതാണ് എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ. ശരീരത്തിന് വേദനയോ സമ്മർദ്ദമോ അനുഭവപ്പെടുമ്പോൾ ശരീരം പുറത്തുവിടുന്ന രാസവസ്തുക്കളാണ് അഥവാ ഹോർമോണുകളാണ് എൻഡോർഫിനുകൾ. വേദന ഒഴിവാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. യോഗ പോലുള്ള വ്യായാമം, മെഡിറ്റേഷൻ, മസാജ്, കൃത്യതയോടെയും ആരോഗ്യകരവുമായ ഭക്ഷണം കഴിക്കുക, ലൈംഗികത തുടങ്ങിയ ആനന്ദകരമായ പ്രവർത്തനങ്ങളിലൂടെ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലും ഹൈപ്പോതലാമസിലുമാണ് എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എൻഡോർഫിനുകൾ ഒരുതരം ന്യൂറോ ട്രാൻസ്മിറ്റർ അഥവാ ശരീരത്തിലെ സന്ദേശവാഹകരായും പ്രവർത്തിക്കുന്നുണ്ട്. എൻഡോർഫിനുകളെ സ്വാഭാവിക വേദന സംഹാരികളായി അറിയപ്പെടുന്നു. അവ സുഖം തോന്നിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്. കാരണം അവ നമ്മളെ സുഖപ്പെടുത്തുകയും പോസിറ്റീവ് മാനസികാവസ്ഥയിലാക്കുകയും ചെയ്യും. എൻഡോർഫിനുകൾക്കുള്ള നിരവധി ഗുണങ്ങളായി പറയുന്നത് വ്യായാമം ചെയ്യുമ്പോൾ പുറത്തുവരുന്ന എൻഡോർഫിനുകൾ വിഷാദ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എൻഡോർഫിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. എൻഡോർഫിനുകൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അതുവഴി ആത്മാഭിമാനം മെച്ചപ്പെടുത്തുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല, സ്ത്രീകളിൽ പ്രസവ സമയത്ത് അനുഭവപ്പെടുന്ന വേദന കുറയ്ക്കാൻ ഉയർന്ന അളവിലുള്ള എൻഡോർഫിനുകൾ സഹായിക്കുന്നതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ 4 ഹോർമോണിൻ്റെയും പ്രധാന ഫംഗ്ഷനുകൾ. അങ്ങനെ ഒരു മനുഷ്യജീവിതത്തിൽ അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നവയാണ് ഈ പറഞ്ഞ 4 ഹോർമോണുകളും. ഇവിടെ സൂചിപ്പിച്ച ഈ 4 ഹോർമോണിൻ്റെയും പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നതിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അവ കൃത്യതയോടെ നിലനിർത്തുന്നതിലൂടെ മനസ്സിന് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം ആസ്വദിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. മീഡിയ 3 മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.